അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നതും കോഴിയും പിടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കോഴിയും പിടി എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇന്ന് വരെ ആരും പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു ഭയങ്കര ടേസ്റ്റാണ്, ക്രീമിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോഴിയും പിടിക്ക് ആദ്യം ഒരു കോഴി ഫുള്ള് എടുത്തിട്ട് നന്നായിട്ട് വരഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുക. ഇതിനേക്കുള്ള മസാലകൾ എന്താണെന്ന് നോക്കുമ്പോൾ കോഴിക്ക് പുരട്ടി വെക്കേണ്ട മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അരിപ്പൊടിയും വേണം, കോൺഫ്ലവറും വേണം, ഉപ്പ് പാകത്തിന്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് പൊടി. ഇത്രയും സാധനം, ഇത്രയും പൊടികൾ നമ്മൾ ആദ്യം ഒരു ബൗളിൽ മിക്സ് ആക്കുക. ഇത് നമുക്ക് കോഴിക്ക് മസാല പുരട്ടി വെക്കാനുള്ളതാണ്. അപ്പം ഇത് നമുക്കൊരു ബൗളിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതായത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലില്ലേ, വെളിച്ചെണ്ണയിലാണ് ഇത് മിക്സ് ആക്കുന്നത്. നമ്മൾ സാധാരണ മസാല വെള്ളത്തിലല്ല മിക്സ് ആക്കാൻ, ഇത് വെറും വെളിച്ചെണ്ണയിലാണ് ഞാൻ മിക്സ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എന്താക്കണം, ഈ ചിക്കനിൽ പുരട്ടിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നന്നായിട്ട് ചിക്കനിൽ നമ്മുടെ മസാല പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കാം, ഉള്ളിലും പുറത്തുമെല്ലാം. അപ്പം നന്നായിട്ട് വരയിടണം. പിന്നെ ഇത് ഒരു പാസ്തൻ്റെ ക്രീം പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മസാല, അതായത് നമ്മൾ കക്കറോട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മളിടുന്ന മസാല, അത് നല്ലൊരു പാസ്തൻ്റെ ലുക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ ചെറുനാരങ്ങ ചേർത്തണമായിരുന്നു, അതെനിക്ക് മസാലൻ്റെ കൂടെ ചേർത്താൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മസാലൻ്റെ കൂടെ ഓയിൽ മിക്സ് ആക്കുമ്പോൾ ഒരു ചെറുനാരങ്ങ ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് ഇപ്പോൾ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൽ നമ്മുടെ പാസ്തൻ്റെ ക്രീം ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു വെറൈറ്റി, കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണമല്ലോ ചിക്കന്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഓയിലാണ്, കുക്കറിലാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആവും ചെയ്യും, നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞ് നല്ല വെന്ത് വരും. അതിനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, കുക്കറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലോണം കെയർ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വിസിലെടുത്തിട്ട് വേണം ഇതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ. എനിക്കറിയില്ല ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റംസാനിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ കക്കറോട്ടി ഉണ്ടാക്കുന്ന അതേ സെയിമിൽ കക്കറോട്ടി പോലെ ഉരുട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്രീം, ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് നമ്മളിതിൽ മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ഈ കോഴി നല്ല എന്താ ക്രിസ്പി ആയിട്ടുള്ള കോഴിയൊക്കെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 15 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇപ്പുറത്തും കൂടെ ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി മാത്രം, കാരണം ഇതെന്തായാലും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകളിലെ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആകാൻ, അതായത് ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചിട്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, വിസിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ സാധാരണ എല്ലാവരും കോഴി മുഴുവനെ പൊരിക്കുമ്പോഴും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കോഴി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം വെറുങ്ങനെ കോഴി പൊരിക്കുന്നവർ ഈ ഒരു റെസിപ്പിയിലൊന്ന് പൊരിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറിൽ 1.5 ടീസ്പൂണ് ക്രഷ്ഡ് ഗാർലിക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു ചിക്കൻ ടേസ്റ്റർ നന്നായിട്ടൊന്ന് വഴറ്റി. എന്നിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് പിസ്സ സോസാണ്. അപ്പം പിസ്സ സോസ് ഞാൻ 2 സാധാരണ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പിസ്സ സോസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്.
അപ്പം ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. വലിയൊരു ലെങ്ത് ആവേണ്ട, വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക്, അതായത് കാശ്മീർ മുളകും കൂടെ ചേർക്കുക. ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കേട്ടോ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് വൈറ്റ് സോസ്. അപ്പോൾ വൈറ്റ് സോസിൻ്റെതും റെസിപ്പി ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പം വൈറ്റ് സോസ് ഞാൻ 3 സാധാരണ മെഷർമെൻറ്റ് കപ്പ് 3 കപ്പാണ് വൈറ്റ് സോസ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു പിസ്സ സോസിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് നമ്മൾ കട്ടിയായിട്ട് എടുത്ത തേങ്ങാപ്പാലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ചേർക്കുക. എന്നിട്ട് നമ്മൾ കട്ടിയായിട്ട് എടുത്ത് വെച്ച ഒരു തേങ്ങയുടെ പാലിൻ്റെ ഒരു അരഭാഗത്തോളം ഈ ഒരു ക്രീമിൽ ചേർക്കുക. അപ്പം ഈ ഒരു ക്രീമും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഭയങ്കര നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റംസാനിൽ തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ വേണ്ടത്, നമ്മുടെ മുന്നേ ഞാനിത് ഉണ്ടാക്കി വെച്ചതാണ് കക്കറോട്ടീൻ്റെ നമ്മുടെ കടുമ്പുണ്ടല്ലോ, അത് ഞാൻ ആവിയിൽ വേവിച്ചിട്ട് അരി ആവിയിൽ വേവിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അപ്പം ഈ കക്കറോട്ടി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ റെസിപ്പിൻ്റെ ലിങ്കും കൂടെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ കക്കറോട്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ക്രീമിലൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ തേങ്ങാപ്പാലും പിസ്സ സോസും മറ്റേ വൈറ്റ് സോസും എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നെ വിചാരിക്കുമ്പം തന്നെ നമുക്കൊന്ന് വായിൽ കപ്പലൊടിക്കുന്ന വെള്ളമുണ്ട് അല്ലേ. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഞാൻ ആ ചിക്കൻ പൊരിച്ചതിൻ്റെ ആ ഒരു മസാലക്കൂട്ട് അത് ഇതിൻ്റെ അകത്ത് ചേർത്തതാണ്. നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിൽ ചേർക്കാമെന്ന്. ഇനി നമ്മൾ ആ തേങ്ങാപ്പാലിൻ്റെ കംപ്ലീറ്റ് ചേർത്തു. ഞാൻ ആ പിസ്സ സോസും എല്ലാം കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മസാല മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കുക. അപ്പം തിളക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ എരിവും ഇതൊക്കെ നോക്കണം. അപ്പോൾ കുറച്ചൊരു എരിവ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മുടെ കോഴിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിയും പിടിയും അടിപൊളിയാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ്റെ കൂടെ നല്ല ജ്യൂസി ആയിട്ടുള്ള പിടി. എന്തൊരു ടേസ്റ്റാണെന്നറിയാം നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് പിസ്സ സോസും വൈറ്റ് സോസും തേങ്ങാപ്പാലും എല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവുമല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറയുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ഈ റംസാനിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റ് ആൻഡ് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും റംസാൻ മുബാറക്.